وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ما يفتح الله للناس من رحمة فلا ممسك لها وما يمسك فلا مرسل له من بعده وهو العزيز الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, സർവ്വലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ രംഗങ്ങളിലും കാത്തു സൂക്ഷിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, അഥവാ വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ അടിസ്ഥാനപരമായ ഒരു വിഷയത്തെ നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്ത് ഇന്ന് പൂർത്തീകരിക്കുകയാണ്. ആ പൂർത്തീകരണത്തിന് ഭാഗമെന്നോണം ഇന്നലെ ഉണ്ടായ ഒരു സംഭവം, പെരുന്നാള് ദിവസം ഒരാളെ കണ്ടപ്പോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി എന്തുണ്ടായിട്ടെന്താ, മനസ്സിന് ഒരു സമാധാനവുമില്ല. ഇത് പലരുടെയും നിരന്തരമായ പരിഭവമാണ്. എന്തുകൊണ്ട്? നമുക്കറിയാം, നമ്മുടെ ചുറ്റിലുമുള്ള ഓരോരുത്തരിലേക്കും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവനവന്റെ ജീവിതത്തിലേക്ക് പലതും തട്ടിച്ചു നോക്കിയാൽ ഇങ്ങനെ ഒരു ഉത്തരം പലപ്പോഴായി നമ്മുടെ മനസ്സിൽ വന്നുപോകും. കാരണം അമ്പലച്ചുംബികളായ കൊട്ടാരങ്ങളിൽ താമസിക്കുന്നവരാണെങ്കിൽ പോലും താൻ എപ്പോഴും ആക്രമിക്കപ്പെട്ടേക്കാം, തന്റെ കൊട്ടാര സംവിധാനങ്ങൾ ബോംബുകളോ മിസൈലുകളോ ഉപയോഗിച്ച് തകർക്കപ്പെട്ടേക്കാം എന്ന സാഹചര്യമുണ്ടെങ്കിൽ അയാൾക്ക് പട്ടുമെത്തയിലാണ് അദ്ദേഹം കിടന്നുറങ്ങുന്നതെങ്കിൽ പോലും അദ്ദേഹത്തിന് സ്വസ്ഥത ലഭിക്കില്ല. ഒരു ഭയം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പേടിയുണ്ടാകും. സാമ്പത്തിക രംഗത്ത് പരാജയങ്ങളും ഭയാശങ്കകളും നേരിടുന്ന പലരും ആ ഒരു വലിയ പേടിയിലാണ്. എങ്ങനെ? ഇപ്പൊ പറഞ്ഞു, ഈ അടുത്തൊരാൾ പറയാണ്, യുദ്ധം ഇങ്ങനെ നീണ്ടുപോയാൽ, ചെയ്യുന്ന ജോലി കമ്പനി പൂട്ടിപ്പോയാൽ, ഒന്നും നേടാത്ത അവസ്ഥയിൽ പ്രവാസ ജീവിതം കഴിച്ച് തിരിച്ചു പോരേണ്ടി വരുമല്ലോ എന്ന ഒരു ആവലാതി അദ്ദേഹത്തിനുമുണ്ട്. ഒരു പേടിയാണ്, ഇതിങ്ങനെ പോയാൽ എന്തായിത്തീരും. കുടുംബങ്ങളിലെ അസ്വാരസ്യങ്ങൾ ധാരാളം മനുഷ്യരുടെ മനസ്സിൽ മായാത്ത നൊമ്പരങ്ങളായി ഇന്ന് നിലനിൽക്കുന്നുണ്ട്. നോക്കൂ, തന്റെ ചോരയിൽ പിറന്ന മക്കൾ സോഷ്യൽ മീഡിയയുടെ ചതിക്കുഴികളിലോ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ അകപ്പെടുമോ എന്ന ഭയത്താൽ ഓരോ ദിവസവും ഹൃദയവേദനയോട് കൂടി കഴിഞ്ഞുകൂടുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. അങ്ങനെ ഓരോ കാരണങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ
ഓരോരുത്തരും ഭയപ്പാടിലാണ്. ഒരിക്കലും തന്നെ ചതിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഇണ, ആ ഇണയുടെ വഴിവിട്ട ബന്ധങ്ങളെ പറ്റി ഒരു ദിവസം ഭർത്താവ് അറിയുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വിഷമം, ഭാര്യ ഭർത്താവിനെ അറിയുന്ന മാനസികമായ വിഷമം വല്ലാത്ത പേടിയാണ്. എങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ എന്റെ സഹധർമ്മിണി അല്ലെങ്കിൽ എന്റെ പ്രിയതമൻ അവൻ എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്ന ആശങ്കയോടുകൂടി ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അതുപോലെ തനിക്ക് പിടിപെട്ടിരിക്കുന്ന ഈ രോഗം ഇനി മാറില്ലേ? എത്ര ഹോസ്പിറ്റലുകളിലായി ഞാൻ കയറിയിറങ്ങുന്നു, എത്ര ഡോക്ടർ ഞാൻ മാറി മാറി കാണുന്നു, മരുന്നുകൾ പലതും ഞാൻ കഴിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് ഇനി എന്താണ് ഒരു മാർഗമുള്ളത്? ഈ പരീക്ഷണത്തിന് ഒരു മോചനം ഉണ്ടാവില്ലേ? ഇങ്ങനെ എന്റെ രോഗാവസ്ഥയിൽ, എന്റെ ഈ കഷ്ടപ്പാടിൽ ഞാൻ മുന്നോട്ട് പോകേണ്ടി വരുമോ എന്നാലോചിച്ചുകൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ട എത്രയെത്ര രോഗികളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ചുറ്റുമുള്ളത്. ഇത് ഞാൻ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞത് ഓരോരുത്തർക്കും ഇതിലേതെങ്കിലും ഒന്നുണ്ടാവും. അതുപോലെ പെട്ടെന്ന് പിടിപെടുന്ന പരീക്ഷണങ്ങൾ, നമ്മൾ ഓർക്കാപ്പുറത്തുണ്ടാകുന്ന അപകടങ്ങൾ, അതുപോലെ നമ്മുടെ മനുഷ്യ മനസ്സുകളിൽ വലിയ പേടിപ്പെടുത്തൽ ഉണ്ടാക്കുന്ന ചിന്തകൾ, അങ്ങനെ പലതും നമുക്കുണ്ട്. ചില ആളുകൾ പറയുന്നുണ്ട്, ഞാൻ തന്റെ രാജ്യത്തിന്റെ ഭാവി ആലോചിച്ചിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. അതായത് നൂറ്റാണ്ടുകളായി തന്റെ പൂർവികരും പതിറ്റാണ്ടുകളായി തങ്ങളും ജീവിച്ചിരിക്കുന്ന ഈ മണ്ണിൽ തന്റെ പൗരത്വം ചോദ്യം ചെയ്യപ്പെടുമോ, വർഗീയ ഫാസിസ്റ്റുകളുടെ ഭരണകൂട ഭീകരതയ്ക്ക് താനും കുടുംബവും ഇരയായിത്തീരുമോ എന്ന ഭീതിയോടെ കഴിഞ്ഞുകൂടുന്ന മറ്റു ചില ആളുകൾ. പ്രിയപ്പെട്ടവരെ, എല്ലാവരുടെ മനസ്സിലും ഈ ചോദ്യമുണ്ട്, എന്തുണ്ടായിട്ടെന്താ? വല്ലാത്തൊരു പേടിയല്ലേ, വല്ലാത്തൊരു വിഷമല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനൊരു പരിഹാരം മാത്രമേ ലോകത്തുള്ളൂ. ഒറ്റ പരിഹാരമുള്ളൂ. വിശുദ്ധ ഖുർആൻ ഈ ഒരു പ്രയാസത്തിന് കൃത്യമായ ഉത്തരം പറയുന്നുണ്ട്. എന്താണത്? അതാ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത് വന്നത്. ഏകനായ പടച്ചതമ്പുരാനെ അറിഞ്ഞ് അവനെ ഇഷ്ടപ്പെട്ട് ഉൾക്കൊണ്ട ഒരു വ്യക്തിക്ക് ഒരു ജീവിതത്തിൽ ഈ വരുന്നതൊന്നും അവനെ സംബന്ധിച്ചിടത്തോളം പേടിപ്പെടുത്തുന്നതല്ല. ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണേ. അള്ളാഹുവിനെ അറിഞ്ഞ് മനസ്സിലാക്കി ഇഷ്ടപ്പെട്ട ഒരു മുഅ്മിനിന്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭയപ്പാടല്ല. കാരണം അദ്ദേഹം അറിഞ്ഞ റബ്ബ്, അദ്ദേഹം വിശ്വസിച്ചത് എങ്ങനെയാ? അറിഞ്ഞിട്ടാണ്. അറിഞ്ഞ് വിശ്വസിച്ച ഒരാൾക്ക് ഭയപ്പെടേണ്ട ഒരാവശ്യവുമില്ല. അതുകൊണ്ടാണ് തൗഹീദ് ഉൾക്കൊണ്ട ഒരു മനുഷ്യന് ജീവിതത്തിലുടനീളം നിർഭയത്വം ലഭിക്കുമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതം നമ്മോട് ഇതുവരെ സംസാരിച്ചു വന്നത്. ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? മനുഷ്യൻ തൗഹീദ് ഉൾക്കൊണ്ട ഒരു മനുഷ്യൻ നോക്കി ആലോചിച്ചു. ബാക്കി മറ്റുള്ള സകല മനുഷ്യരും, സഹോദരിമാരെ, നമ്മൾ ആലോചിക്കാം. തൗഹീദ് ഉൾക്കൊണ്ട ഒരു മനുഷ്യര് മറ്റുള്ള മനുഷ്യരെ പോലെയല്ല. മറ്റുള്ള മനുഷ്യര് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താ? മരണമാണ്. എന്നാൽ തൗഹീദ് ഉൾക്കൊണ്ട ഒരു മനുഷ്യന് മരണത്തത്ര പേടിയില്ല. കാരണം അവനറിയാം, അവൻ അറിഞ്ഞുൾക്കൊണ്ട രക്ഷിതാവിന്റെ പാഠങ്ങളെ ജീവിതത്തിലേക്ക് അടർത്തിയെടുത്തവനാണ്, അവൻ ഉൾക്കൊണ്ടവനാണ്. അവന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി മരണമായിട്ട് പോലും ആ മരണത്തെ നേരിടാനുള്ള കൃത്യമായ ഉൾക്കാമ്പുള്ള തൗഹീദുള്ള മനുഷ്യൻ അവന് ഇഹലോകത്ത് പരലോകത്തും ജീവിക്കുന്ന സന്ദർഭത്തിൽ അവൻ സ്വസ്ഥതയോടും സമാധാനത്തോടു കൂടിയും അവന് ജീവിക്കാനും കഴിയും, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും കഴിയും. അതുകൊണ്ടാ കത്തിജ്വലിക്കുന്ന അഗ്നികൾക്ക് മുമ്പിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പേടിയുണ്ടായില്ല. സമുദ്രം നിറഞ്ഞു നിൽക്കുന്ന സമുദ്രത്തിന്റെ മുമ്പിൽ അകപ്പെട്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ധൈര്യം ഉണ്ടായിട്ട് ധൈര്യം മാത്രമാണ് പകർന്നു നൽകിയത്. തന്നെ കൊല്ലാൻ വാളോങ്ങി നിൽക്കുന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മുമ്പിൽ നിൽക്കുന്ന യഹൂദന്റെ മുമ്പിൽ യഹൂദൻ വാളെടുത്തുകൊണ്ട്, പ്രവാചകരെ, നിങ്ങളെ ഞാനിപ്പോൾ കൊല്ലുമെന്ന് പറഞ്ഞപ്പോ
ഞാൻ കൊല്ലാൻ ശ്രമിക്കുമ്പോ ആരാണ് നിങ്ങളെ തടുക്കാനുള്ളത്? ഒരു കുട്ടിയും നിങ്ങളുടെ കൂടെയില്ല. ആര് നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോ ഒരു ഭയപ്പെടാതെ, ഒരു നിലക്കുള്ള ആശങ്കകളുമില്ലാതെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. സഹോദരിമാരെ, സഹോദരങ്ങളെ, എന്താണിത്? എന്റെ റബ്ബന്റെ കാവൽ. ഇത് തൗഹീദ് ഉൾക്കൊണ്ട, അവനിൽ വിശ്വസിച്ച ആളുകൾക്ക് മാത്രമേ കഴിയൂ. ആ വിശ്വാസം എന്നത് നാവ് കൊണ്ടുണ്ടായിട്ട് കാര്യമില്ല. അതൊരുറപ്പാകണം. അതൊരുറപ്പാകണം. എന്ത്? സുമയ്യ റളിയല്ലാഹു അൻഹയുടെ മർമ്മസ്ഥാനങ്ങളിലേക്ക് ആണിക്കുത്തി ഇറക്കുമ്പോ സുമയ്യ വിശ്വസിച്ചത് റബ്ബിലാണ്. ആ റബ്ബ് ഉറപ്പാണ്. അതുകൊണ്ട് സുമയ്യക്ക് ആ വേദന അത്ര വലിയ പ്രയാസമായില്ല. ആദ്യത്തെ ഇസ്ലാമിലെ വനിത ഷഹീദായ ആ വനിത ആ ഉറപ്പാണ്. അള്ളാഹും മരുഭൂമിയുടെ ആ മണലിലൂടെ ബിലാലിനെ വലിച്ചേക്കുമ്പോ ആ ബിലാൽ ഉൾക്കൊണ്ടത് വിശ്വാസത്തിനപ്പുറം, ആ വിശ്വാസത്തിനപ്പുറം ഉറപ്പുണ്ട്. എന്റെ രക്ഷിതാവ് അത് കാണും. അതുകൊണ്ട് അഹദ് എന്ന് പറയാൻ ആ പ്രതിസന്ധികൾക്കിടയിലും ഞാനിങ്ങനെ, എനിക്കെന്തുകൊണ്ടാണ് ഇങ്ങനൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു പ്രയാസമില്ലേ എന്ന ചിന്ത പോലില്ല. ഏതെന്താ? അത് ഉറപ്പാണ്. അല്ലാഹ് കാണാം. അതുകൊണ്ട് കഴുകുമരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോ തുബൈബ് പാടിയില്ലേ? വലസ്തു ഉബാലിൻ ഹീന ഉഖ്താരു മുസ്ലിമാ അലാ അയ്യി ജംബിൻ കാന ഫില്ലാഹി മസ്റഈ. കൃത്യമായി തുബൈബ് പാടി. എനിക്കൊരു പ്രശ്നമില്ല, നിങ്ങൾ എന്നെ കൊണ്ടുപോയി കഴുകുമരത്തിൽ ആണി അടിച്ച് തറച്ച് എന്റെ ഓരോ അവയവങ്ങളെ നിങ്ങൾ ഇങ്ങനെ വെട്ടി താഴേക്ക് വിടുമ്പോഴും മുസ്ലിമായി മരിക്കുക എന്നത് ഈ ഖുബൈബിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ല. ആ ഖുബൈബിന്റെ ഓരോ അവയവങ്ങളും വീഴുന്നത് ലില്ലാഹി വസ്റഹി, തമ്പുരാന്റെ മാർഗത്തിലാണ്. ഉറപ്പാണ്. ആ വിശ്വാസം എന്നത് അത് ഉറപ്പാണ്. അതാ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, മാ യഫ്തഹില്ലാഹു ലിന്നാസി ബിർറഹ്മതി ഫലാ മുംസിക ലഹാ വമാ യുംസികു ഫലാ മുർസില ലഹു മിൻ ബഅദിഹി വഹുവൽ അസീസുൽ ഹകീം. മാ യഫ്തഹില്ലാഹു ലിന്നാസി, മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് വല്ല കാരുണ്യവും റഹ്മത്തിഹി, അവന്റെ കാരുണ്യത്തിൽ നിന്ന് തുറന്നു കൊടുക്കുന്ന പക്ഷം അത് ഫലാ മുംസിക ലഹാ, അത് പിടിച്ചു വെക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അതൊരു വിശ്വാസികളെ അല്ലാഹു പറയാ, മാ യഫ്തഹില്ലാഹു ലിന്നാസി ബിർറഹ്മ, പടച്ചതമ്പുരാന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം പടച്ചതമ്പുരാനെങ്ങാനും ഒരാൾക്ക് തുറന്നു കൊടുത്താൽ ഫലാ മുംസിക ലഹാ, അത് പിടിച്ചു വെക്കാൻ കഴിയില്ല. വമാ യുംസികു, ഇനി അല്ലാഹു എങ്ങാനും പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിലോ ഫലാ മുർസില ലഹു മിൻ ബഅദിഹി, ഒരാൾക്കും അതിനുശേഷം കൊടുക്കാൻ കഴിയില്ല. വഹുവൽ അസീസുൽ ഹകീം, അവനാണ് യഥാർത്ഥ പ്രതാപിയും യുക്തിചിന്തയുള്ള അല്ലാഹുവാണ്, എല്ലാം അറിയുന്നവൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോ അതുകൊണ്ട് വിശ്വാസി നമസ്കാരം കഴിഞ്ഞ ഉടനെ ഈ തൗഹീദ് ഉൾക്കൊണ്ട നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞു വന്ന ആ തൗഹീദിന്റെ യഥാർത്ഥ വശങ്ങളെ മനസ്സിലാക്കിയ മനുഷ്യൻ, അവൻ നമസ്കാര ശേഷം അവനിലൊന്ന് പ്രാർത്ഥിക്കും. അവൻ സങ്കടമില്ല. ജീവിതത്തിൽ മലയോളം സങ്കടമുള്ള മനുഷ്യൻ, അവൻ വിശ്വാസിയാണ്, പക്ഷെ ഉള്ളിൽ പ്രയാസമുണ്ട്. പക്ഷെ അവന്റെ സമാധാനം, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു റബ്ബുണ്ട്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. ഈ ഹലോക ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും. ആ പരീക്ഷണങ്ങള്, ആ മനസ്സിന്റെ വ്യതകള്, ആകുലതകള്, പ്രയാസങ്ങള്, പ്രശ്നങ്ങള് അവൻ ഇറക്കി വെക്കുക. അവൻ ഇങ്ങനെ പറഞ്ഞ് പായാരം പറഞ്ഞെടുക്കില്ല. ഇല്ല, റബ്ബ് വിചാരിച്ച പരീക്ഷണമാണ് എന്ന് ആ വിശ്വാസം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും
വലിയ ആശങ്കപ്പെടുത്താതെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ തൃപ്തിയും സമാധാനവും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പക്ഷെ അതുകൊണ്ടാണ് അള്ളാഹുവിനെ മാത്രം അള്ളാഹുവിലേക്ക് നിങ്ങളുടെ സകല വിഷമങ്ങളും പ്രാർത്ഥനകളും അർത്ഥനകളും നിങ്ങളുടെ പ്രയാസങ്ങളും ആ റബ്ബിന് സമർപ്പിച്ചോളൂ. അതല്ലാത്ത മറ്റൊന്നിലേക്ക് നിങ്ങൾ പോകുമ്പോ നിങ്ങളുടെ മനസ്സാണ് അസ്വസ്ഥമാക്കുക. റബ്ബിനെ സംബന്ധിച്ചിടത്തോളം എന്താ നിങ്ങളെന്ന് തൊലാക്കരുത്. കാരണം അള്ളാഹ്ക്ക് ഏറ്റവും പൊരുത്തപ്പെട്ടതാണ്. ഞാനിവിടെ നിന്റെ പ്രാർത്ഥന കേൾക്കാനിരിക്കാൻ ഞാൻ നിനക്ക് എന്താണ് ആവശ്യം, ആ ആവശ്യം നിന്നേക്കാൾ കൂടുതൽ എനിക്കറിയാം. നിനക്ക് ആവശ്യമുള്ള സമയത്ത് തരാതിരിക്കണം. ചിലപ്പോ നീ ധൃതിപ്പെടും, തരൂല. ചെറിയ കുട്ടി ധൃതിപ്പെടുമ്പോ രക്ഷിതാവ് കൊടുക്കൂല, സ്നേഹം കൊണ്ട. ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു റബ്ബ് കാത്തു നിൽക്കുമ്പോ ആ റബ്ബിന് കൊടുക്കാതെ അത് മറ്റുള്ള ആളുകൾക്ക് കൊടുത്താൽ ആ റബ്ബിനുണ്ടാകുന്ന കോപമാണ് പറഞ്ഞത്. അങ്ങനത്തെ ശിർക്ക് വരുമ്പോ ആ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഒഴിവാക്കില്ല, അവനെന്താ കിട്ടുക? അങ്ങനത്തെ ആളുകൾക്ക് മനസ്സിനകത്ത് അസ്വസ്ഥതകൾ കൂടി വരും. കാരണം ഏതൊരാളെ ഇഷ്ടപ്പെടുത്താൻ ഏതെങ്കിലും ഒരു മഖബറ അല്ല ഏതെങ്കിലും ഒരു ഖബർ അതിലുള്ള ശൈഖിനെ ഇഷ്ടപ്പെടുത്താൻ തൃപ്തിപ്പെടുത്താൻ അതിനു വേണ്ടി കൊടുക്കുമ്പോ അയാളുടെ മനസ്സിൽ വരുന്ന മറ്റേ ശൈഖിന് കോപമുണ്ടാവോ? പേടിയായില്ലേ? പിന്നെ സ്വസ്ഥത ഉണ്ടോ? അതുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ജയിലിൽ കിടക്കുന്ന ആളുകളോട് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യമായി സംസാരിക്കുമ്പോ ഞാൻ നിങ്ങൾക്ക് തഅ്വീൽ നിങ്ങൾ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞുതരാം. പക്ഷെ അതിനു മുമ്പ് നിങ്ങളുടെ മനസ്സിന് സ്വസ്ഥമാകാൻ ഒരു കാര്യം നിങ്ങൾ അറിയണം. യാ സാഹിബസ് സിജ്നി അർബാബുൻ മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹി വാഹിദുൽ ഖഹാർ. ഓക്കേ, മനസ്സിന് ശാന്തമാണ്. എല്ലാ കാര്യങ്ങളും നടക്കണമെങ്കിൽ മനസ്സൊന്ന് സ്വസ്ഥാകണം. കുടുംബത്തിൽ വരെ ഒരു സന്തോഷത്തോടെ നിൽക്കണമെങ്കിൽ ഒരാളിങ്ങനെ ഹീറ്റാകുക, ഒരാളിങ്ങനെ ഡിന്നറാകുക, ആ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവും. സന്തോഷം ഉണ്ടാകണം എങ്കിൽ ഇതാണ് ആദ്യം വേണ്ടത്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, യാ സാഹിബസ് സിജ്നി, ഈ ജയിലിൽ കിടക്കുന്ന കൂട്ടുകാരെ, അർബാബുൻ മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹി വാഹിദുൽ ഖഹാർ. നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ റബ്ബുകളാണോ നിങ്ങൾക്ക് ഉത്തമം? അതല്ല എല്ലാത്തിനും കഴിയുന്ന ഒരു റബ്ബാണോ നിങ്ങൾക്ക് ഉത്തമം? ഒന്ന് മതി. എല്ലാം കൂടി ഉണ്ടാകുമ്പോ അതെന്ത് ചെയ്യും? അവനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അസ്വസ്ഥത ഉണ്ടാകും. അതുകൊണ്ട് ആ പ്രവാചകന്മാരൊക്കെ ഏത് നാട്ടിലേക്ക് വന്നോ ആദ്യം എന്ത് പറഞ്ഞു? ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ പേടില്ല. പിന്നെ അള്ളാഹ് കൊടുക്കും. പിന്നെ അള്ളാഹുവിൽ അവൻ തവക്കുൽ ചെയ്യും. അവൻ സ്വസ്ഥമായി ജീവിച്ചു പോകും. അതുകൊണ്ട് ആ പ്രവാചകന്മാരെ പറ്റി പറഞ്ഞല്ലോ, വമാ അർസൽനാ മിൻ ഖബലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. ഒരു പ്രവാചകനെയും നിനക്ക് മുമ്പ് ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല, അദ്ദേഹത്തിലേക്ക് വഹി കൊടുത്തിട്ടല്ലാതെ. എന്താണ് വഹി? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. ഞാനല്ലാതെ ഒരു ഇലാഹില്ല. ഫഅ്ബുദൂൻ, നീ എന്നെ ആരാധിക്കണം. നിന്റെ ഇബാദത്തുകൾ, നിന്റെ സകലമായ പ്രാർത്ഥനകൾ ഉൾക്കൊള്ളുന്ന ഏതേത് ഇബാദത്തുകളുണ്ടോ അതൊക്കെ പടച്ച തമ്പുരാനിലേക്ക് നീ മടക്കിക്കോ. അത് നാവുകൊണ്ട് പറയൽ മാത്രമല്ല, അത് ഉറച്ചു വിശ്വസിച്ച് ആ റബ്ബനെ സഹായിക്കുമെന്ന ധൈര്യത്തോടുകൂടി പറയാൻ ഒരു വ്യക്തിക്ക് കഴിയണം. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുപ്രായത്തിൽ തന്നെ തന്റെ കൂടെയുള്ള മക്കളെ പോലും പഠിപ്പിച്ച ഈ വിഷയം. ഇബ്നു അബ്ബാസ് ചെറിയ കുട്ടിയാണ്. നബിയുടെ കൂടെ കൂടെ സഞ്ചരിക്കുകയും നബിയുടെ ഒട്ടകത്തിന്റെ പുറത്തൊക്കെ കയറുന്ന ആളാണ്. ഇബ്നു അബ്ബാസിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പ്രാർത്ഥിച്ചതാണ്, നല്ല ദീനിൽ നല്ല വിജ്ഞാനം ഉണ്ടാകട്ടെ എന്ന്. അദ്ദേഹമാണ് പിന്നെ മുഫസ്സിറായി മാറിയത്. ആ ഇബ്നു അബ്ബാസിനെ ചെറിയ കുട്ടിയാകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു നോക്കി, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്. മോനെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ കുട്ടിക്ക് പഠിപ്പിച്ചതാ. എന്താ ഒന്ന്? കുട്ടി ഇത് പഠിച്ചാൽ അല്ലാഹുവിനെ നീ സൂക്ഷിക്കുക, എന്നാ അല്ലാഹു നിന്നെ സൂക്ഷിക്കും. നീ അല്ലാഹുവിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിനക്ക് മുമ്പിൽ റബ്ബിനെ നിനക്ക് കാണാം. എന്തൊരു കാര്യത്തിലും റബ്ബിന്റെ ഒരു തൗഫീഖ് ഉണ്ടാവും. അങ്ങനെ നിനക്ക് വിശ്വസിക്കാനും സമാധാനപ്പെടാൻ കഴിയും. ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പടച്ചതമ്പുരാനോട് ചോദിക്കുക. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ ഇസ്തിഗാസ തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് ഇസ്തിഗാസ തേടുക. ഫഅലം, എന്നിട്ട് മോനെ ഓർത്തോ,
നോക്കി, ലോകത്തിന്റെ കാരുണ്യമായി കടന്നു വന്ന നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാണ്, ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാണ്, നീ അറിയണം, അന്നൽ ഉമ്മ, ഒരു സമൂഹം, ലൗകിജിതമഅത്, അവരെല്ലാവരും ഒരുമിച്ചുകൂടി, അലാ അൻയൻഫഊക ബിശൈഇൻ, കുട്ടിക്ക് ഒരു നന്മ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ലയൻഫഊക ഇല്ലാ ബിശൈഇൻ ഖദ് കതബല്ലാഹു ലക, പക്ഷേ അവർക്കാർക്കും അതിന് സാധിക്കുകയില്ല, അല്ലാഹു അവന്റെ കിതാബിൽ എഴുതി വെച്ചിട്ടല്ലാതെ. അവരോടുകൂടി മോനെ എനിക്ക് എന്തെങ്കിലും തരണം, എന്തായാലും എന്തെങ്കിലും ആക്കണം എന്ന് വിചാരിച്ച് അവരെന്തെങ്കിലുമൊക്കെ തന്ത്രം മെലിഞ്ഞുകൊണ്ട് നിനക്ക് എന്തുണ്ടാക്കി തന്നാലും റബ്ബ് കണക്കാക്കിയിട്ടില്ലെങ്കിൽ ആ സമൂഹം മൊത്തം കൂടിയിരുന്നാലും കുട്ടിക്ക് അത് കിട്ടൂല. എന്നിട്ട് റസൂൽ പറഞ്ഞെടുക്കുക, വലൗ ഇജ്തമഉ അലാ അൻ യദുറൂക ബിശൈഇൻ, ഇനി കുട്ടിക്ക് ഒരു ഉപദ്രവം വരുത്താൻ ആ നാട്ടിലുള്ള ആളുകൾ മുഴുവനും കിണഞ്ഞു പരിശ്രമിച്ചു, പല നിയമങ്ങളും ഉണ്ടാക്കി, ഒരു ഭരണകൂടം തന്നെ ഒരു നാട്ടിലെ മുഅ്മിനിനെ പുറത്താക്കാൻ വേണ്ടി എന്തൊക്കെയോ ആസൂത്രണങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയി. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്കത് ഉണ്ടാവില്ല, നിനക്ക് അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാവില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കാർക്കും നിന്നെ പ്രയാസപ്പെടുത്താൻ സാധ്യമല്ല. ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബല്ലാഹു അലൈക, അല്ലാഹു കണക്കാക്കിയിട്ടില്ലെങ്കിൽ കുട്ടിയെ എനിക്കതുണ്ടാവും. ഇതൊരു ഉറപ്പല്ല, ഇതൊരു മനുഷ്യന്, ഇതൊരു കുട്ടിക്ക്, ഇത് നമ്മുടെ സഹോദരിക്ക്, ഇത് നമ്മുടെ വീട്ടിലെ ആൾക്കുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ പിന്നെ അസ്വസ്ഥതല്ല. നേരത്തെ പറഞ്ഞ അവിഹിത ബന്ധങ്ങളിലെ കാരണം എന്റെ ഭർത്താവ് കണ്ടിട്ടില്ലെങ്കിലും, എന്റെ മക്കൾ അറിഞ്ഞിട്ടില്ലെങ്കിലും, എന്റെ ഉമ്മയും അപ്പയും അറിഞ്ഞിട്ടില്ലെങ്കിലും ഇത് കാണുന്ന ഒരു റബ്ബുണ്ട്. ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോ, ഞാൻ ക്യാമ്പസിലേക്ക് പോകുമ്പോ, എന്റെ ക്യാമ്പസിൽ എന്റെ ഉപ്പ എന്റെ കൂടെയില്ല, നാട്ടുകാരും അറിയുന്നതുമില്ല, വിദേശത്താണ് അല്ലെങ്കിൽ നമ്മുടെ അന്യ സംസ്ഥാനത്താണ്, അവിടെ എന്റെ ഉപ്പ അറിയുന്ന ആരുമില്ല, അതുകൊണ്ട് എനിക്കെന്തുമാവാം എന്നിടത്തേക്ക് അവന്റെ മനസ്സെത്തുമ്പോ ഉറച്ച വിശ്വാസമുള്ള ഒരു വിശ്വാസിനി എത്തുന്നത് എങ്ങനെയാ? അവൻ പറയാണ്, ഇല്ല അവരാരും കണ്ടിട്ടില്ലെങ്കിലും ഇന്ന റബ്ബക ലബിൽ മിർസാദ്, എന്റെ റബ്ബ് പതിയിൽ നിന്ന് നിരീക്ഷിക്കുന്നുണ്ട്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, രണ്ടാളുകൾ രേഖപ്പെടുത്തിയിട്ടല്ലാതെ, അവരുടെ നിരീക്ഷണത്തിലല്ലാതെ എനിക്കൊന്നും സംസാരിക്കാൻ കഴിയില്ല. ഞാൻ കൃത്യമായ നിരീക്ഷണത്തിലാണ്. ഞാൻ വിശ്വസിക്കുന്ന റബ്ബെന്നെ കാണുന്നവനാണ്, എന്നെ അറിയുന്നവനാ, ഞാൻ എങ്ങോട്ട് ചോദിച്ചാൽ കേൾക്കുന്നവനാ, ഏത് ഭാഷയും പ്രശ്നമില്ലാത്തവനാ, അവൻ മയക്കമോ ഉറക്കമോ ഇല്ലാത്തവനാ, അവനെല്ലാം അറിയുന്നവനാ എന്ന ബോധ്യത്തിലേക്ക് പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മുടെ കുടുംബം എത്തിയാൽ ആ കുടുംബത്തിന്റെ അതരങ്ങളിലൂടെ പുറത്തു വരുന്നൊരു വാക്കാണ് അല്ലാഹു അക്ബർ. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. ഇന്നലെ നമ്മൾ ഇന്നും അതുപോലെ ഈ അയ്യാമത്തെ ശരീക്കിന്റെ ദിവസങ്ങളിലൊക്കെ തക്ബീർ മുഴക്കുന്നത് എന്തിനാ? ഇത്രയും വലിയ ഒരു അനുഗ്രഹം കിട്ടി. ലോകത്ത് സമാധാനം കിട്ടാതെ അതിന് ലക്ഷങ്ങളും കോടികളും മുടക്കുന്ന ആളുകളിൽ നിന്ന് വ്യതിരിക്തരായി അള്ളാഹു എന്ന് പറയുന്ന ഈ ഒരു റബ്ബിലുള്ള വിശ്വാസം വഴി നമുക്ക് കിട്ടുന്ന സമാധാനം, ഹിദായത്ത്, ആ ഹിദായത്തിന്റെ നന്ദി പ്രകടനമാണ്. നിങ്ങൾക്ക് കിട്ടിയ ഹിദായത്തിന്റെ പേരിൽ എന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, അഥവാ വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ ആണ് നമ്മളുള്ളത്. ഹാജിമാർ ഹജ്ജ് കർമ്മത്തിന്റെ അവസാന കർമ്മങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലും പ്രാർത്ഥനയ്ക്ക് വലിയ പ്രസക്തിയാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് കഴിഞ്ഞ് മടങ്ങുന്ന ആളുകളോട് പറഞ്ഞെന്താ, ഫഇദാ ഖളയ്തും മനാസികകും, നിങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഫദ്കുറുല്ലാഹ, അല്ലാഹനെ കഴിഞ്ഞില്ല കെട്ടിപ്പൂട്ടി പോരല്ല, നിങ്ങൾ അല്ലാഹുവിനെ കൊണ്ടുവെക്കുക. നിങ്ങളുടെ വാപ്പമാരെ നിങ്ങൾ ഓർക്കുന്നതിനേക്കാൾ ശക്തമായി അള്ളാഹുവിനെ ഓർക്കുക. എന്നാൽ ചില ആളുകളുണ്ട് ആ ഹജ്ജിന്റെ സമയത്തൊക്കെ അള്ളാഹുവിനെ ഇങ്ങനെ ഓർമ്മ വരും. ആ സമയത്ത് പോലും ചില ആളുകൾ പ്രാർത്ഥിക്കും, അള്ളാഹുവേ എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഖൈർ ഹസനത്ത് നൽകണേ. എന്നാൽ അങ്ങനെയുള്ള ആളുകൾക്ക് ആഖിറത്തിലൊന്നുമില്ല. എന്നാൽ എന്നാൽ അവരിൽ ചില ആളുകൾ പ്രാർത്ഥിക്കും, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുവേ ദുനിയാവിലും ആഖിറത്തിലും അതിനേക്കാൾ അപ്പുറത്ത് അവസാനം ആ നരകത്തിന്റെ മുകളിലൂടെ പോകുമ്പോ തെന്നി സ്വർഗത്തിലേക്ക് അങ്ങ് എത്തിക്കാൻ പഠിച്ചോനെ എന്നെ സഹായിക്കണേ റബ്ബേ എന്ന് ആ മനുഷ്യൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ അത്രയും പ്രാർത്ഥിക്കാൻ വേണ്ടി, റബ്ബിനെ ഓർക്കാൻ വേണ്ടി, ധാരാളമായി തക്ബീർ മുഴക്കാൻ വേണ്ടി. നമ്മൾ ഇന്നലെ പെരുന്നാൾ എന്നോട് കൂടി ചില ആൾക്കാർ കഴിഞ്ഞ് അതോടുകൂടി പെരുന്നാളിന്റെ എല്ലാ ഇതും വീണ്ടും നമ്മുടേതായ വഴിക്ക് പോകണം. ഒരു വാഹനത്തിൽ കയറുമ്പോ ഇല്ല, വീട്ടിലേക്ക് കയറുമ്പോ പ്രാർത്ഥിക്കില്ല, ഇറങ്ങുമ്പോ പ്രാർത്ഥിക്കില്ല. മുൻഗാമികളായ സഹാബിവര്യന്മാർ അവര് ഈ അയ്യാമുൽ തശ്രീഖിന്റെ ദിവസങ്ങളിൽ ദുആ കൂടുതലായി വർദ്ധിപ്പിച്ചു. പെരുന്നാളിന്റെ ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഭക്ഷണങ്ങളും പാനീയങ്ങളും കഴിച്ചോളൂ, പക്ഷേ അള്ളാഹുവിനെ നിങ്ങൾ എന്ത് ചെയ്യണം, ധാരാളമായി ഓർക്കണം. ഭക്ഷണം കഴിച്ചോളി, വസ്ത്രം ധരിച്ചോളി, പക്ഷേ അങ്ങനെ മറന്നുകൊണ്ടുള്ള ഒരു ആഘോഷമില്ല. അത് നിഅമത്തുകൾക്കുള്ള നന്ദി പ്രകടനമാണ്. ഒരു കവി പറഞ്ഞില്ലേ, ഇദാ കുൻത ഫീ നിഅമത്തിൻ ഫർആഹാ ഫഇന്നൽ മആസി തസീദുൻ നിഅം വദാബിം അലൈഹാ ബിശ്ശുക്രിൽ ഇലാഹി ഫശ്കുറിൽ ഇലാഹു യുസീലുൻ നഖം. നിനക്ക് വല്ല അനുഗ്രഹം ഉണ്ടായാൽ നീ എന്ത് ചെയ്യണം, അതിന് നീ സൂക്ഷിക്കണം. കാരണം നീ അതിനെ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും, നിന്റെ പാപങ്ങൾ നിമിത്തം നിന്റെ നിഅമത്തുകൾ നീങ്ങിപ്പോകും. നിങ്ങളുടെ ആശ്വാസം, സ്വസ്ഥത. പലപ്പോഴും നമ്മൾ മറ്റുള്ള പലരും അനുഭവിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ പോയി നോക്കൂ. ഓരോ വീട്ടില് രോഗം കൊണ്ട് പ്രയാസപ്പെടാം, അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രയാസം, അല്ലെങ്കിൽ നാട്ടിൽ നിൽക്കുമ്പോ നാടിന്റേതായ പ്രയാസം, അങ്ങനെ തുടങ്ങിയ ജീവിതത്തിൽ സകല പ്രതിസന്ധികൾ അനുഭവിക്കുമ്പോ അല്ലാഹുവിന്റെ നിഅമത്തുകൾ ധാരാളമായി പെയ്തിറങ്ങുന്ന വീടുകളാണ് നമ്മുടെ വീട്. നമ്മുടെ മക്കളിലേക്ക് നോക്കുമ്പോ സന്തോഷമാണ്, നമ്മുടെ ഭാര്യമാരിലേക്ക് നോക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്, നമ്മുടെ കൂട്ടുകുടുംബാംഗങ്ങളിലേക്ക് നോക്കുമ്പോൾ സന്തോഷമാണ്, നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങുമ്പം സന്തോഷമാണ്. ഇദാ കുൻത ഫീ നിഅമത്തിൻ, ആ നിഅമത്തിൽ നീ ആയിരിക്കുമ്പോ നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാളാ. ഫഇൻ മആസി, ഇനി അതല്ല അല്ലാഹുവിനെ മറന്നുകൊണ്ട് ആസിയായി ധിക്കാരിയായി ജീവിക്കുമ്പോ തസീലുൻ നിഅം, ആ നിഅമത്ത് പോയി പോകും. അതുകൊണ്ട് നീ അല്ലാഹുവിനോട് നന്ദി പറഞ്ഞു കൊടുക്കുക. വദാബിം അലൈഹാ ബിശ്ശുക്ർ, ശുക്ർ നിരന്തരമായി നീ നടത്തിക്കൊണ്ടിരിക്കുക. ബിശ്ശുക്രില്ല, അല്ലാഹുവിനോട് ശുക്ർ രേഖപ്പെടുത്തുക. ഫശ്കുറുൽ ഇലാഹു, ആ അല്ലാഹുവിനോടുള്ള നന്ദി കാരണം യുസീലുൻ നഖം, ഒരുപക്ഷേ നിനക്ക് വരുന്ന ആപത്തുകൾ വരെ ഇല്ലാതായി പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനിയുള്ള ദിവസങ്ങളിൽ 11, 12, 13 ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം എന്ന് പറഞ്ഞ ആ ഖുർആനിക വചനം പ്രവാചകന്മാരും സഹാബത്തും ഉൾക്കൊണ്ടുകൊണ്ട് മദീനത്തിൽ അവർ ജീവിക്കുന്ന സന്ദർഭത്തിൽ അവര് നമസ്കാരങ്ങൾക്ക് ശേഷം അതുപോലെ വീടുകളിൽ, അങ്ങാടികളിൽ എല്ലാ സ്ഥലത്തും തക്ബീറുകൾ ചൊല്ലിയതായി നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ പറഞ്ഞു, ഇന്നഹാ അയ്യാമു അക്ലിൻ വശർബിൻ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഇത് തിന്നാനും കുടിക്കാനും ഒക്കെയുള്ള ദിവസങ്ങളാണ്. അല്ലാഹുവിനെ
ഓർക്കാൻ കൂടിയുള്ള ദിവസമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊന്ന്, നമ്മുടെ വിദ്യാലയങ്ങളും മദ്രസകളും ഒക്കെ തുറക്കണം. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കുള്ള ശ്രദ്ധ കൂടുതൽ വരുന്ന സമയമാണ്. അതുകൊണ്ട് ആ മദ്രസ പഠനം, അതുപോലെ നമ്മുടെ സ്കൂളിൽ അല്ലെ കോളേജിൽ എവിടെയാണോ അവിടേക്കുള്ള പഠനത്തിൽ രക്ഷിതാക്കളുടെ ശ്രദ്ധ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ നമുക്ക് വിശദമായി പറയാം. പക്ഷെ നമ്മള് തന്റെ കുട്ടി ആരുടെ കൂടെയാണ്, തന്റെ കുട്ടി ഏത് ക്യാമ്പസിലാണ്, അവൻ എന്താണ് എന്നിൽ നിന്ന്, എന്റെ കുടുംബത്തിൽ നിന്ന്, അല്ല ഞാൻ ഉൾക്കൊള്ളുന്ന നാട്ടിൽ നിന്ന് അവനെ ഞാൻ പഠിപ്പിച്ചു വിട്ടത്, ഇത് ഓരോ രക്ഷിതാക്കളുടെയും അമാനത്താണ്. ആരെങ്കിലും എവിടെങ്കിലും ഏൽപ്പിച്ചു പോണ ഏർപ്പാടല്ല. നിനക്ക് തന്ന അമാനത്ത്, നിന്റെ കുട്ടി എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ കുട്ടിയാണ്, അള്ളാഹു തന്നതാണ്, തിരിച്ചു ചോദിക്കുന്ന അമാനത്താണ്. ആ അമാനത്തിനെ കൃത്യമായി ഏൽപ്പിച്ച ഡ്യൂട്ടി തന്നപ്പോ, ആ അമാനത്ത് തന്നപ്പോ എന്റെ കയ്യിൽ കുറച്ച് ഡ്യൂട്ടികൾ തന്നെ, അത് കൊടുത്തിട്ടുണ്ടോ അല്ലേ എന്ന് ഓരോ രക്ഷിതാക്കളും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചോദിക്കുകയും അതിനനുസരിച്ചുള്ള ക്യാമ്പസുകളിൽ, സ്കൂളുകളിൽ, മദ്രസകളിൽ പറഞ്ഞയക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക. നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുകൊടുത്ത് മാപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. കൂടുതൽ അള്ളാഹുവിനെ ഓർക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഹ്സിനീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് സഹോദരിമാർ, സഹോദരങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പെരുന്നാളിന് പോലും ഒന്ന് പള്ളിയിലേക്കോ ഈദ്ഗാഹിലേക്കോ പോകാൻ കഴിയാത്ത ആദ്യത്തെ പെരുന്നാളാണെന്ന് പറഞ്ഞു ഒരു രക്ഷിതാവ് വിളിക്കൽ. അള്ളാഹുവേ, ഒരുപാട് രക്ഷിതാക്കൾ പള്ളിയിലേക്ക് പോകാൻ കഴിയാതെ, ഈദ്ഗാഹിലേക്ക് പോകാൻ കഴിയാതെ നിന്റെ പരീക്ഷണങ്ങൾക്ക് വിധേയരായവരുണ്ട്. അള്ളാഹുവേ, നീയാണ് എല്ലാം മാറ്റുന്നവൻ. റഹ്മാനായ നാഥ, റഹീമായ നാഥ, ഗഫൂറായ നാഥ, അവർക്ക് ഖൈറേതാൻ നിനക്കറിയാം. അവർക്ക് ഖൈറായ ഏറ്റവും നല്ലതിലേക്ക് നീ മാറ്റി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളില്ലാത്ത ആദ്യത്തെ പെരുന്നാളാവും. ചില ആളുകൾക്ക് അങ്ങനെയാണ്, അവരുടെ ജീവിതത്തിലെ വാപ്പയും മുമ്പയും ഇല്ലാത്ത ആദ്യത്തെ പെരുന്നാൾ. പാപ്പുള്ള കാലത്തും ഉള്ള കാലത്തുള്ള പെരുന്നാള് വല്ലാതെ ഓർമ്മകളാണ്. അള്ളാഹുവേ, ഞങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കൾ, അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഒരുപാട് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ, ഇവിടെ ഒരു സഹോദരൻ 40 വയസ്സ് വരെ ആയിട്ടുള്ളൂ, ചെറുപ്പക്കാരൻ, ക്യാൻസർ എന്ന് പറയുന്ന വലിയ രോഗത്തിന് വിധേയനായി നിൽക്കുകയാണ്. പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അള്ളാഹുവേ, അങ്ങനെ മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന, പ്രാർത്ഥിക്കണമെന്ന് നമ്മോട് പറഞ്ഞവരും അല്ലാത്തവരുമായ ആളുകൾ, അള്ളാഹുവേ, അവർക്കെല്ലാം നീ ശിഫയെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അവരുടെ കുടുംബത്തിന് ക്ഷമിക്കാനുള്ള കഴിവിനെ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളിലൂടെ, ഞങ്ങളുടെ ഭാര്യമാരിലൂടെ, ഞങ്ങളുടെ ഭർത്താക്കന്മാരിലൂടെ, ഞങ്ങളുടെ കൂട്ടുകുടുംബാംഗങ്ങളിലൂടെ, ആദർശ ബന്ധുക്കളിലൂടെ എല്ലാം ഞങ്ങൾക്ക് നീ കണ്ണുകൾ മോർഷിപ്പിച്ച് അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കച്ചവടത്തിൽ, ഞങ്ങളുടെ ബിസിനസ്സിലെ ഏർപ്പാടുകളിൽ, ഞങ്ങളുടെ നല്ല തൊഴിലുകളിൽ എല്ലാത്തിനും അള്ളാഹുവേ ബർക്കത്തിനെ, റഹ്മത്തിനെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവേ, വിദേശത്ത് കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, അവരുടെ കുടുംബങ്ങൾ, അവർക്കെല്ലാം ഖൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ ചെയ്ത ഒരുപാട് നല്ല നല്ല കർമ്മങ്ങളുണ്ട്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്ത ഒരുപാട് നല്ല നല്ല ആരാധനാ കർമ്മങ്ങൾ, സ്വാലിഹാത്തായ കർമ്മങ്ങൾ അല്ലാഹുവേ, അതെല്ലാം ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ ബലിയർക്കുന്ന ഓരോന്നും അല്ലാഹുവേ നാട്ടിലുള്ള പ്രീതിക്ക് വേണ്ടിയല്ല, നാട്ടിലുള്ള പൊലിമക്ക് വേണ്ടിയല്ല റബ്ബേ, നിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചിട്ട് അല്ലാഹുവേ അത് ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിച്ച് അനുഗ്രഹിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. أستغفر الله لي ولكم.